അപ്പൊ ഗൈസ് സാധനം അടുത്ത് തരാം. എവിടെ അപ്പൊ അല്ല ചിരി പ്രജിത്ത് കരഞ്ഞു. അയ്യോ ആകെ ചെയ്തേ കിട്ടാ പണി കൊണ്ടുവന്നിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് മെയിനായിട്ട് കാണേണ്ടി വരിക ഇവിടത്തെ എനിക്ക് മനസ്സിലാക്കണം. കാരണം ഇവിടെ എത്ര പേരാണെങ്കിൽ ഇവിടെ എത്ര എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പൊ ആദ്യം രസല്ലേ പറട്ടെ അപ്പൊ അപ്പൊ എടുത്തു വിളിക്കും. അപ്പൊ ഗൈസ് അന്ത്യചുംബന അവഞ്ഞു മതി. ആ കൈ കൊണ്ടാ കൈയെല്ലാം പോച്ച് കയ്യിലിരിപ്പോണ്ടാ എന്താന്ന് കുറച്ച് ഞാൻ മനസ്സിലാവും. ഈ വര വളഞ്ഞപ്പോഴേ അറിയുന്നു ഇതൊരു വളഞ്ഞ വിത്ത് വിളഞ്ഞ വിത്ത്. അപ്പൊ ഗൈസ് നമ്മള് ഇന്നൊരു സ്പെഷ്യൽ സാധനമായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താ സാധനം പറയാം. സ്പെഷ്യൽ സാധനമാണ്. അതായത് നമ്മുടെ വാക്സ് സ്ട്രിപ്സ് ആണ്. അതായത് നമ്മുടെ അതാണ് സ്ട്രിപ്പ് സ്ട്രിപ്സ്. എന്തായാലും സംഭവം മനസ്സിലായില്ലേ? ആ ഒരു ഷീറ്റ് അതിന് കുറച്ച് പശുവും കാര്യമൊക്കെ ഉണ്ടാവും. അത് നമ്മളെവിടെയെങ്കിലും നമ്മളെ രോമുള്ള ഭാഗത്ത് വെക്ക, അതായത് ഹെയറുള്ള ഭാഗത്ത് വെക്ക, പറയ്ക്ക. പറയട്ടെ, വെറുതെ പറക്കില്ല. ഈ പറക്കുന്ന പ്രത്യേകത ഉണ്ട്. ഈ പറക്കിന എന്താണ് ആള് പറക്കിന ആൾക്കില്ലേ പറയുന്നത് അതല്ല. അപ്പൊ ഞാൻ എന്റെ മേത്ത് വെച്ചിട്ട് പറക്കുന്നുണ്ടെങ്കിൽ ഈ ഇവൻ കരയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന് ഞാൻ 500 രൂപ കൊടുക്കും. ഞാൻ കരയില്ല. നിങ്ങറിയാം, ഞാൻ ഒരു വീഡിയോ പോയി കരട്ടെ അറിയോ? മുളക് തിന്നാരെ കരയില്ലേ? ഞാൻ കരഞ്ഞ കൊറേ ശബ്ദം ഉണ്ടാക്കിയാലും ഔട്ടാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി ഇപ്പൊ എല്ലാരും ടാപ്പ് ഒട്ടിക്കലാണ്. സാധാ മാസ്കിംഗ് ടാപ്പ് വെച്ച സാധനം അതാ ഞാൻ പറഞ്ഞ കയ്യിലിരിപ്പോണ്ടാണ്. അപ്പൊ ഗൈസ് സാധനം അടുത്ത് തരാം. എവിടെ അപ്പൊ ഇതൊക്കെ ഞെളുക്കി പറ്റി നല്ല വൃത്തിയുള്ള ബോക്സ് ചെയ്ത് അതൊക്കെ ഞെളുക്കി ഇദ്ദേഹത്തിന് വിറ്റ് ഈ വിറ്റ വെള്ളിക്ക് വെച്ചില്ല. അപ്പൊ ഇത് ഉള്ള സാധനം എന്തൊക്കെയാന്ന് വെച്ചാൽ അതില് ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് എങ്ങനെ സാധനം മറ്റേ അത് കഷ്ടം പറ്റുന്നുണ്ട്.
അതെന്താ എനിക്ക് ഫോണ്ട് പിടിക്കുക എനിക്ക് അറിയാത്ത അങ്ങനെ പറയുന്നത്. അതെ, അവന് വായിക്കാറുണ്ടല്ലോ, അവർക്ക് തെറ്റുപറ്റിയുണ്ട്. എനിക്ക് തമിഴ് അറിയാം നോട്ടെ. ഏമണ്ടി തെലുങ്കത്തെ രണ്ടു വർത്തനുണ്ട്. ഏമണ്ടി ചപ്പണ്ടി. ആഫ്റ്റർ വാക്സിൻ യുവർ സ്കിൻ. അപ്പൊ വിറ്റിൽ നമ്മൾ ഇതാണ് വാങ്ങിക്കുന്നത് വീറ്റിന്റെ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഈ സമുദായ സ്ലിപ്പ് വരുന്നത്. മാസ്ക് അവിടെ മാസ്കോലൊക്കെ ഉണ്ടാവും. അതൊക്കെ റെഡി ആക്കി തരാം. ഒക്കെ ഫോണിലൊക്കെ റെഡി ആക്കി തരാം. മരുന്നൊക്കെ ഉണ്ടാവുക മരുന്നിന് കുറവുണ്ട്. മോനെ എടാ മോനെ നിങ്ങൾക്ക് അറിയിച്ചു പന്തി സ്ട്രിപ്പ്. പിന്നെ എവിടെയെങ്കിലും വെച്ചു കഷത്ത് വെച്ചിട്ടും കാര്യം സൗണ്ട് തരില്ല. തുപ്പല് തെറിക്കുന്നു. തുപ്പലല്ലേ? അപ്പൊ ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് വേറൊരു നമുക്കിത് എന്താ വൈപ്പ് ചെയ്യാനുള്ള എന്തൊക്കെ ആണ്. ഇത് എത്ര ഉണ്ട്? ഇത് തുടച്ചാൽ ഇതിന്റെ പശല്ലേ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് പശ ഉണ്ടാവും. അതെ, വലിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇത് രണ്ടെണ്ണം. ഇതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇതിലുള്ള സാധനങ്ങൾ. അതിന്റെ പശ പോവാനുള്ളതാ. മോനെ പണ്ട് മറ്റേ മോത്തേച്ച നാണമായി ഉണ്ടാവോ ചാർക്കോൾ സ്കിൻ അറിയൂല ലാസ്റ്റ്. പറയാത്തോണ്ട് ഇവിടെ ഇത് തന്നവര് അവിടെ പറ്റിച്ചറ പൊട്ടാ. അവർക്ക് സാധാ 20 റുപ്യ മാസ്കിന്റെ പോയ പോരില്ല. അപ്പൊ നമ്മളെ ഇത് വില എത്രയാണ്? ചെറിയ പൈസ ഉള്ളു, 13 ഇതിന് 109 രൂപ. ഇത് ഇവന്റെ അടുത്ത് കൊടുത്തെങ്കിൽ 75 രൂപ മാസ്ക് ഉണ്ടാകും. എന്നിട്ട് 200 രൂപ അങ്ങോട്ട് വാങ്ങും ചെയ്യും. ഉടായിപ്പോ നമുക്ക് നേരെ വീടുടെ കിടക്കട്ടാ. അപ്പൊ ഗൈസ് നമ്മളെ സ്ട്രിപ്പ് നമുക്ക് ആദ്യം ഞാൻ കളിച്ചിട്ടാ. ആദ്യം ഒരു മിനിറ്റ്. ഓ മൈ ഗോഡ്, ഏട്ടന്റെ നഗ്നമായ ശരീരം കട്ടി വെറുപ്പിക്കുന്നു. എന്തിനാണ് ഇവിടെ കുറച്ച് ഇവിടെ ഒട്ടിക്കണം. പക്ഷെ അതിന് സ്റ്റീൽ ബോഡിയാ. എത്ര അടിച്ചാലും മാരിക്കൂടാ അല്ലേ? നല്ല സ്റ്റീൽ ബോഡിയാ അല്ലേട്ടാ? അപ്പൊ ഗൈസ് എന്താ ഇതിന് സ്ട്രിപ്പ് എന്താ ഇങ്ങനെ കളിക്കണ്? നല്ല സ്മെല്ലിടല്ലേ? ഈ സുന്ദരമായ കാലുകളെ നമുക്ക് ആദ്യം പരീക്ഷിക്കാം. എന്താ പാടാവോ? വെറ്റാന്ന് കാല് അവിടെ പൊട്ടത് നെയ് സ്ലീപ്പ് ഒന്ന് പറ്റിച്ചാടല്ലേ? നെയ് സ്ലീപ്പാ ഏതൊക്കെ ഒന്നിന് നമുക്ക് രണ്ടെണ്ണം രണ്ട് ഇതായിട്ട് അതായത് ഈ സൈഡും നമുക്ക് ഉപയോഗിക്കാട്ടോ. പറക്കുന്നത് ഈ ഭാഗം തോന്നുന്നുണ്ട്. ഇത് പിടിച്ചാ ഇത് അവിടെ അതാ അവിടെ പൊട്ടിച്ചിരിക്കണം. പറഞ്ഞോ ഒട്ടിക്കലപ്പോ ഞാൻ ഒട്ടിക്കണ്ടേ? ഒട്ടിച്ചോ എത്ര പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എന്താ കാല് കണ്ടാ തോന്നും ഇവൻ ഡെയിലി കുളിക്കുന്നവനാണ്. പക്ഷെ ഇവൻ ഡെയിലി കുളിക്കാറില്ല. ഒട്ടിക്കേ ഇവിടെ ഒട്ടിച്ചോ? മോളിക്കണ്ട മദ്യത്തിലൊട്ടിക്കും. ആ മദ്യത്തിലിട്ടാ എവിടെ നമ്മളൊക്കെ മദ്യതാണ്. അമ്മക്കറിയാം ഇതൊന്നും പറ്റിക്കില്ല. രോമം കാണുമ്പോ ഒരു സുഖം. ആയിട്ടില്ലട്ടാ, ഞാൻ പറഞ്ഞത് എങ്ങനെയാന്നുള്ളത്. ഇതൊന്നും പറഞ്ഞില്ലേ? ആ പിടിക്കും വലിക്കും അത്രേ ഉള്ളൂ. അത് അങ്ങനല്ല അതിപ്പോ ഇവിടുന്ന് വലിക്കുക. അമ്മ
അങ്ങനല്ല അങ്ങനല്ല ചൂടാക്കി ശരിക്കും ഇട്ടു. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടി വരുന്നുട്ടാ. കാരണം ഇത് ഓർമ്മ നോക്കുക. അപ്പൊ ഓ ഓ ഓ അണ്ടി ഒക്കെ കൂടി അണ്ടിയാവും തോന്നുന്നുണ്ട്. അപ്പൊ പോവോ ഒറ്റടിക്ക് പറക്കണ്ട. ഇത് എന്താ പറയാ, ഞാൻ കരയുണ്ടോ ചിരിക്കണോ എന്നുള്ളത് അവർക്ക് കറക്റ്റ് അറിയണം. ചിരിക്കല്ലോ ചിരിക്ക, കരയുണ്ടോ എന്നുള്ള അറിയണം. മാക്സിമം ഞാൻ ശ്രമിക്കും. ഇത് പിന്നെ പറക്കുമ്പോ ഇങ്ങനെ പറക്കണം എന്നോ, ഇങ്ങനെ കുത്തര പറയണം, അല്ലാതെ ഇങ്ങനെ ചെരിച്ചു പറക്കാൻ നിൽക്കരുത്. അങ്ങനെ കുറച്ചാലേ കറക്റ്റ് ആവുള്ളൂ. സൈക്കോതരം കൂടെ. അപ്പൊ ചോരൊക്കെ ഉണ്ടെങ്കിൽ രസല്ലേ. അല്ല ക്ലിയർ ആയി കിട്ടാം. റെഡി ആക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഞങ്ങളൊക്കെ ഡെയിലി എനിക്ക് ഇതൊരു അനുഭവം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര കൂളായിട്ട് ഇരിക്കുന്നത്. ചിലപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനിയിപ്പോ പറക്കുമ്പോൾ അവസ്ഥ ആദ്യത്തെ പറക്കല് അറിയുള്ളൂ എന്തൊക്കെയാന്നുള്ളത്. ഇത് നിങ്ങൾക്കും ആവാം. രോമം പോയടാ പിടിച്ച് പറ്റത്. അതെന്ത് വീട് വിട് നോക്കട്ടെ പറിച്ചു വരട്ടെ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. അപ്പൊ ഇല്ല, ഞാൻ കരഞ്ഞിട്ടില്ല കേട്ടാ, കരഞ്ഞിട്ടില്ല. ഞെട്ട് കുറച്ച് ഭാഷ അതല്ല, ബാക്കി പറിച്ചു. നല്ല സുഖം. ഓ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ. ഇല്ല, ഞാൻ കരഞ്ഞിട്ടില്ല. ശബ്ദം എത്ര പോകുന്നില്ലേ വായിക്കൂടി. ഒറ്റ ഇതാ നെറ്റിവായി. അപ്പൊ ഞാൻ കരഞ്ഞിട്ടോ, ഞാൻ അതില് ഫെയിലായി. അപ്പൊ എനിക്ക് 500 ഇല്ല, 500 നഷ്ടമായി. നമുക്ക് രോഗം കറക്റ്റ് പോകുന്നു. ഓ ഞാൻ ഇവിടെ തൊട്ടിട്ടില്ല, തൊട്ടൊക്കെ ഇട്ടാ എന്താ പറഞ്ഞു പോകുന്നു. ആദ്യത്തെ ടെസ്റ്റിന് ഇല്ലട്ടാ, ഒരു തുല്യ ഇല്ല ഇല്ലില്ല ഒന്നുമില്ല. അപ്പൊ അപ്പൊ ഞാൻ ഇതില് തോറ്റിരിക്കുന്നു. കാരണം ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ പറയില്ല. കരഞ്ഞതിപ്പോ എപ്പോഴാ ലാസ്റ്റ് അല്ല, അതിന് മുമ്പ് കരഞ്ഞു. ഇത് തുടക്കാൻ എന്താ അറിയോ, ഇതില് സംഭവം ഉണ്ട്. ഇതാ രണ്ടോ മൂന്നെണ്ണം ഉണ്ട്. ഒരു തെറ്റ് 2 എന്നൊക്കെ തുറക്കാം. എന്തിനാണ് അല്ല വേണ്ട പിടിക്കണ്ട മഞ്ഞൾ ഇവിടെ ക്ലിയർ ആക്കണ്ട്. ഞാൻ തൽക്കാലം താടി കടിക്കും കരഞ്ഞ സ്ഥിതിക്ക് സംഭവം സംഭവം നല്ല സംഭവം. പക്ഷെ പോവാൻ ക്ലിയർ ആവുണ്ടല്ലേ. അയ്യോ നല്ല സംഭവം. പക്ഷെ വേദന തണുപ്പുണ്ട്. അപ്പൊ നല്ല സുഖം. ഇങ്ങനെ കരയാൻ നിന്നു. കണ്ണീർക്കായിലേതോ അടാ ഇത് മറ്റേ മുടി വന്നോ അച്ഛന് പറക്കണോ
ഉറക്കം പോകാൻ ബാത്റൂം ആയിട്ടാ അതൊക്കെ ഉണ്ടാവും. അച്ഛൻ പോയിട്ട് അപ്പൊ ഗൈസ് സെക്കൻഡ് ചാൻസ് goes to Prajit. Shall we go, Prajit? സർ ഓക്കെ സർ യെസ് സർ ആ സുന്ദരമായ കാലുകൾ എനിക്ക് കാരണം ഞാൻ തോറ്റല്ലോ. വേണ്ടടാ. സുന്ദരമായ കാലുകൾ അടുക്കൂ മോനെ സമ്മതിക്കൂല മോനെ ഇല്ല. വെക്ക് വെക്ക് ഒരു അത് വെച്ച സ്പ്രേ അടിച്ച പോവും ആ പൂ വെക്കട്ടെ. മുന്നേ കുറച്ച് ഇത് ഡ്രിമ്മർ അത്ര വലിയ വേദന ഈ വെക്കട്ടെ. അമ്മ ഒരു മരക്കട്ട ഇട്ടോ പിന്നെ ഇതെന്താ പിടിച്ചു സുഖാനല്ലേ വിടിച്ച് കൊള്ളാല് പിള്ളേ നല്ല ഒട്ടിക്കിട്ട ആ മനെ. ഇത് പറക്കാതെ കിട്ടൂല. ഇത് പറക്കണ്ടോ പറക്കാതെ കിട്ടില്ല. നല്ല വീട് വീട് ഇനിയിപ്പോ എന്തായാലും പറക്കണ്ടേ. അപ്പൊ കടിക്കാൻ പട്ടിന്റെ ടീച്ചറോട് പട്ടിന്റെ ഈ നേരത്ത് ഒറ്റടി പറ്റിയോ നോക്കട്ടെ. മെല്ലെ തന്നെ പറക്കുള്ളൂ. ചേച്ചി കൈ മാറ്റി അമ്മ റെഡി അമ്മ പ്രസവ വേദന അനുഭവിച്ചാണ് നിങ്ങൾ. അതിനും വലിയ വേദന ഒന്നും ഇല്ലല്ലോ. അമ്മയേക്കാൾ വലിയ പോരാൻ പറ്റും അറിയില്ല. അമ്മനെ കൈ പിടിച്ചടാ. അമ്മ ഈ ലോകത്തിൽ എല്ലാ സ്വർണ്ണവും തരും. ആദ്യം ഈ സ്വർണ്ണ തയ്ക്കട്ടെ അമ്മ. ഡോക്ടർ സൂചിക്കണം ആദ്യം നല്ല വിച്ചര വരും സോപ്പിട്ടിട്ട് ഓരോന്ന് വെക്കും. അവർക്ക് ആരാ വരായിരുന്നു അവർക്ക് എന്താ ചോദിക്കണ പറച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം കിട്ടാ. സിസ്റ്റർ ഫോട്ടോ ഇങ്ങനെ എന്ത് സൗന്ദര്യം വേദന അറിയില്ലടാ. ആവാ പച്ചല ആവുമ്പോലെ അവന് ഇത്ര കഴിവുണ്ട്. കരഞ്ഞ തീർന്ന് എങ്ങനെയുണ്ട് ആദ്യത്തെ അനുഭവം? ഇത് വേദന ഞാൻ പറയാ ആദ്യത്തെ അനുഭവം ഇത് ക്ലിയർ ആക്കട്ടെ. ഇല്ലല്ല ഇപ്പൊ മുണ്ടൂലടാ. വേറെ എന്തെങ്കിലും എങ്ങനെയുണ്ട് ചെറുതായിട്ട് പറിച്ചിട്ടുള്ളൂ കേട്ടാ. എക്സാമ്പിൾ കാണിച്ചത് എങ്ങനെയുണ്ട് ഇത്? ഞാൻ ഒരു പാട്ട് പാടി ആ സാധനം പറഞ്ഞിട്ട് കാണാത്ത ലോകത്ത് പോയ പോലെ അറിയാത്ത കാര്യങ്ങൾ ചെയ്ത ഇതിട്ടാ പാടത്ത് എടാക്ക് വലിച്ചത് ക്ലിയർ ആയില്ലോ എന്ന് സംശയം. എടാ ക്ലിയർ ആയില്ല. വേനടാ വേനടാ അല്ല ചിരി വരുന്നു. മാറി 500 അമ്മനോട് കയ്യ ഒരു പ്രാവശ്യം കൂടി ചെയ്യേണ്ടി വരും കേട്ടാ. രണ്ടാക്കും വേദന ഒരു പ്രാവശ്യം പ്രജിത്ത് കാര്യം ചെത്തില്ല അറിയോ? ഉണ്ട് കണ്ണു നല്ല വെള്ളം വരണ്ടേ. പ്രജിത്ത് കരഞ്ഞു. അയ്യോ ആകെ സീരിയസ് ആയി പണി പോണ്ടിട്ട് വരാം. അങ്ങനെ അവസാന നിമിഷങ്ങളിൽ പ്രജിത്ത് കരഞ്ഞിരിക്കുകയാണ്. സംഭവം ഒന്നുമില്ല. നമ്മള് കഴിഞ്ഞ ചരിത്രം അറിയും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെ കുറിച്ചിട്ട് പറ. ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പൊ അതിനൊക്കൊരു ഇതാണ് നമ്മള് അല്ലേ. ഇനി നമുക്ക് അടുത്തത് ആരെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് നോക്കൂ. 10 ലെഫ്റ്റ്
ആരായാലും മതി. നീക്കണ്ടായിരിക്കൂ, ഇരുന്നാലും കുഴപ്പമില്ല. അന്ന് നീക്കില്ല കാറ് പോകും. അപ്പൊ ഗൈസ് അടി മോനെ പൂക്കുട്ടി കേട്ടോ. മാതാപിതാക്കളെ മാപ്പ്. എടോ 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 കണ്ണു കൊട്ടു മൂക്ക് മൂക്കോടെ വിരികമൊട്ടെ പോലിട്ടാണ്. അവന്റെ വീശ അമ്മ വീശ അമ്മന്റെ വീശ അവിടെ വീശ എടുക്കണോ അവിടെ പൂവ് വീശ കണ്ണുമ്മ കഴിഞ്ഞു മോനെ. മണത്ത് വെക്കമ്മ മണത്ത് വെക്ക നല്ല മണുണ്ട്. മുഖം തുടക്കണ്ടേ. ചെറുതൊന്നല്ല. ആ ഡോക്ടറുടെ അമ്മ ഞാൻ ചോദിച്ചത് അയാളോട് പിള്ളേരൊക്കെ കണ്ണടയ്ക്കുന്ന സമയത്തൊക്കെ ഞാൻ അയാളോട് പോയി ചോദിച്ചു. ഏട്ടാ എനിക്ക് ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ വീണവിടെ പോയി അച്ചോളി അയാളോട് ഒരു കണ്ണട ഞാൻ ചോദിച്ചു. അയാൾ പറയാ ഭ്രാന്താശുപത്രി കാണിച്ചു നോക്കുന്നു. തലവേദനുണ്ട് ഒരു കണ്ണട തലവേദനക്ക് കണ്ണട പക്ഷെ ഭ്രാന്താശുപത്രി കൊണ്ടുപോ അങ്ങനെ ഫോൺ നോക്കിട്ടാണ് വിചാരിച്ചു. അത് സത്യാട്ടോ. അപ്പൊ ഞങ്ങക്ക് പലപ്പോഴും അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല. അപ്പൊ ഗൈസ് അടുത്ത അച്ഛനാണ് ഒന്നും കൂടി ഉണ്ടല്ലോ. അടയാളപ്പെടുത്തുമ്പത്തി കല്ലുമ്പത്തി കെട്ടിക്കാരങ്ങൾ നിലക്കുന്ന സമയം അച്ഛനെ വിളിക്കാം. നമുക്ക് ആദ്യം നമുക്ക് ഇത് പറയാം. അപ്പൊ ഗൈസ് ഇനിയിപ്പോ പറക്കാതിരിക്കാൻ പറ്റില്ല. ഇനി പറക്കാതിരിക്കാൻ പറ്റില്ല. കാണിക്കരി എനിക്കറിയുന്നില്ലേ നമുക്ക് അലർജി ഉണ്ടോ? കുറച്ചൊരു വള്ളിയെ കൂക്കുന്നു. അച്ഛാ മൂന്നത്തെ നാല് അച്ഛാ മൂന്നത്തെ രണ്ടത്തെ മൂന്ന് അത് കുറച്ചാണ്. പക്ഷ ആകെട്ട് സിപ്പോഴും അപ്പൊ ഗൈസ് വളരെ കാലത്തിന് ശേഷം മഹത്തായ അതിഥി വരുന്ന ദിവസമാണ്. വരൂ വരൂ അച്ഛൻ വരൂ. വളരെ രസമാണ്. എടാ മുടി മുട്ടിട്ട് ഒരു വായിക്ക് മക്കളെ മൊത്തം അപ്പൊ ഗൈസ് ഇതാ നോക്കിതാ എന്റെ കാല് എന്റെ കാല് ഈ കാലിന് കാരണം ഈ കാലിനാണ്. ഇവിടെ അമ്മേന്റെതാ ഇത് കാണിച്ചിട്ട് നല്ല ഫിനിഷിങ് ആയിട്ടും കൈത്തുമ്പോ തൊടുമ്പോ നമ്മൾ അറിയാം നല്ല സോഫ്റ്റ്. 500 രൂപ ഇതിലാർക്കും കിട്ടൂല കേട്ടാ.
എല്ലാരും കരുതിക്കണേ. ഇല്ല ഇല്ല കണ്ടൊക്കെ ചോദിച്ചു കണ്ണു ചേർത്ത മോൻ കഴിക്കുക. ഞാൻ എനിക്കെന്റെ 500 റുപ്യ എന്റെ 500 റുപ്യ അല്ലെങ്കിൽ ആ അടിമുടിയോ കിട്ടിയത് അല്ല എന്റെ മേത്ത് ഇതാക്കണ്ടേ ഇവിടുത്തെ. ഇനി മതി. അപ്പൊ എടുത്തു പോയിരുന്നു വാക്സിൻ എടുക്കട്ടെ. അപ്പൊ ഇതാ എന്റെ കണ്ടുപിടിച്ചാലോ? ഞാൻ പഠിച്ചു തരാം. ആർക്ക് അല്ല 2 സൈഡ് കൊണ്ട് വെച്ചാൽ പഠിച്ചാൽ വാക്സിൻ എടുക്കട്ടോ. ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് മെയിനായിട്ട് കാണേണ്ടി വരിക ഇവിടത്തെയോ. എനിക്ക് മനസ്സിലായിക്കണം കാരണം ഇവിടെ എത്ര പേരാണെങ്കിൽ ഇവിടെ എത്ര എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പൊ ആദ്യം രസല്ലേ പറയട്ടെ. അപ്പൊ എടുത്തു വിളിക്കും നമ്മളെ വിളിച്ചു വേറെ ചേടാ അറിയോ എനിക്കറിയാം തെണ്ടി ഞാൻ വരുന്നുള്ളേ. ടെസ്റ്റ് അടിച്ചത് ഒന്ന് കാണിക്കടാ. ഒന്ന് കാണിക്കേ. സ്നായോട് പറയില്ല പ്ലീസ്. സ്നായോട് പറയൂ പ്ലീസ്. എന്റെ അടുത്ത് ഇന്ത്യയുടെ ഇല്ലേ ഇന്ത്യയുടെ ഒന്നും ഇല്ലേ. അപ്പൊ ഇപ്പൊ നമ്മുടെ ബാക്ക് സ്ട്രിപ്സ് ചാലഞ്ചില് എല്ലാരും അന്തസ്സായി മാറി തോറ്റിരിക്കുകയാണ്. പക്ഷെ ഈ പെണ്ണൊരു കാര്യമായിരുന്ന ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കരഞ്ഞ പ്രജിത്ത് ലോകത്തോൽവി തോറ്റിരിക്കുകയാണ്. നാളെ അതെ 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 ഞാൻ മേത്ത് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഈ വേദന കാരണം ഇവിടെ ചെയ്യുന്നത്. നമുക്ക് പിന്നീട് ആക്കാൻ കാര്യം അങ്ങനെ ഓരോന്നും വിചാരിക്കണ്ട. ഈ ഭാഗത്ത് ഇതേപോലെ ഈ ഭാഗത്ത് ഇതേപോലെ ആക്കണ്ടേ? എങ്ങനെ ആക്കും? എങ്ങനെ ആക്കും? എങ്ങനെ ആക്കും? ബ്ലേഡിട്ട് വരയ്ക്കുക. അപ്പൊ ഗൈസ് ഇതില് പറഞ്ഞത് ഒരു 4 ആളുടെ ഈ കാലും വെച്ച് എങ്ങനെ പോടാ? 4 ആളെല്ലാം പോണ്ട, 2-3 ആളുടെ പോയാൽ മതി. ഇതൊരു ഷെഡ് ഇട്. കാണാൻ നല്ല പൂതിണ്ട്. നാജിച്ച് മേടിച്ച ചെടി മേടിച്ചാണ്. അതിന്റെ ഇടയിൽ മറ്റൊരു ഒട്ടിച്ചു മൂക്കും ഒട്ടിക്കണേ മണത്ത നല്ല സ്മെല്ല് ഇടാ. ഇവിടെ ഇവിടെ മൊത്തം ഇതിന്റെ സ്മെല്ലാ. സ്പ്രേ അമ്മ സ്പ്രേ കടിച്ചത് അതിനെക്കാട്ട് സ്മെല്ലുണ്ട് ഇതിന്റെ സ്മെല്ല്. അമ്മ വീഡിയോക്ക് സ്പ്രേ കടിച്ചിരുന്നു. അതൊക്കെ വേറൊരു ടൈപ്പാണ്. എന്നാലും ഒരു എന്താണ് ബർഗറോ ക്യാപ്സിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള പൈസയായിരുന്നു പോയി. 150 ബർഗർ 150 ഇതിന്റെ എല്ലാം പറഞ്ഞു ഞാൻ കിട്ടാനുള്ള 500 എന്തെങ്കിലും വാങ്ങിയിരുന്നില്ലേ. എന്താ ചെയ്യാ? ബർഗർ എന്നൊക്കെ പറയുമ്പോ അതിങ്ങനെ വരിക. അപ്പുറത്തെ ഒരു പഴമുണ്ട്, അത് നമുക്ക് തരക്കാൻ തിന്നാം. ആ കൊലയിൽ പൊട്ടിച്ചിട്ട് അപ്പുറത്തെ അല്ല അപ്പുറത്തെ വീട്ടിൽ താത്ത ചീത്തറിയണം. കൊലർച്ച അപ്പുറത്തെ വീട്ടിലത്തെ വായ ഏതുപോലെ അന്റെ കുടുംബക്കാരനല്ലേ വായ വായട്ടാ വാഴല്ലേ വായ. ഇവിടൊക്കെ എങ്ങനെയാണ് മയ വായ മയക്ക് പോയ മയ അല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അവരാരും ജയിച്ചിട്ടില്ല, അതിന് മനസ്സിലായി. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിന് വേറെ ഷെയർ ചെയ്യാൻ പറഞ്ഞില്ലേ? ഷെയർ ചെയ്യാ വേണമെങ്കിൽ എന്റെ കമന്റ് ഇടുക. പ്രജിത്ത് ഫാൻസിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അത് മെയിനാണ്. അപ്പൊ കുറെ സംഘടനകൾക്കിടയിൽ നിങ്ങളുടെ സാധനം